നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ബ്ലാസ്റ്റേഴ്സ് സമീപകാലത്ത് നടത്തിയ വിദേശ സൈനിങ്ങുകളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന ഒരു സൈനിങ് ആണ് ജീസസ് ഹിമെനസിൻ്റേത്. അദ്ദേഹത്തെ വൈകിയാണ് സൈൻ ചെയ്തത്, ശരിയാണ്. പക്ഷേ അദ്ദേഹം നേരെ അങ്ങ് ഗോളടിച്ച് ആറാടുന്ന കാഴ്ച. എന്നാലോ വളരെ കാം ആൻഡ് കളക്റ്റഡാണ്. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സമ്മർദ്ദ ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം അത്തരത്തിലാണ് പെരുമാറുന്നത്. ഒരു തരത്തിലുള്ള ബഹളവുമില്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി അദ്ദേഹം വളരെ മനോഹരമായിട്ട് വളരെ നൈസായിട്ട് ചെയ്തു പോകുന്നു. ഇന്നലെയും ചെന്നൈയിൻ എഫ്.സിക്കെതിരെ കളിയുടെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡെടുക്കുമ്പോൾ എത്ര കൂളായിട്ടാണ് ആ ഒരു ഫിനിഷിങ് അദ്ദേഹം നടത്തുന്നത് നോക്കുക. അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സെലിബ്രേഷൻ, ഈ 30 ഡിഗ്രി ചൂടിലും അദ്ദേഹം വളരെ കൂളാണ്, വളരെ കാമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം തെളിയിക്കുന്നു. സോ ജീസസ് ഹിമെനസ്, കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ കൈവിട്ട് കളയാതിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട താരം അദ്ദേഹം തന്നെയാണ്. ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നോക്കുക, 12 ഗോൾ കോൺട്രിബ്യൂഷൻസായി എന്ന് പറഞ്ഞാൽ 11 ഗോളും ഒരു അസിസ്റ്റുമായി കഴിഞ്ഞു. 16 കളികൾ, 1166 മിനിറ്റ് കളിക്കളത്തിൽ 11 ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം ഓൾറെഡി നേടിക്കഴിഞ്ഞു. 77% പാസിംഗ് ആക്യുറസി, ഓപ്പോസിഷൻ ബോക്സിൽ ഇതുവരെ 55 ടച്ചുകൾ, 16 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു, 15 കീ പാസുകൾ വന്നു, 447 ടച്ചുകൾ, 17 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ വക. അതോടൊപ്പം തന്നെ ഗോൾ കൺവേർഷൻ എന്ന് പറയുന്നത് 30.56 ആണ്. വളരെ മികച്ച രൂപത്തിലുള്ള കണക്കുകളാണ് ഇതൊക്കെ. വേണ്ട, അങ്ങനെ കണക്കുകളിലേക്ക് പോകേണ്ടതേ, ഒറ്റ കണക്ക് പോരെ. 11 ഗോളുകൾ ഓൾറെഡി അദ്ദേഹം അടിച്ചു കഴിഞ്ഞു. അതും വളരെ കൂളായിട്ട് കാമായിട്ട് അദ്ദേഹം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്നു. ഒരു തരത്തിലും ലൈം ലൈറ്റിൽ അദ്ദേഹം ഇങ്ങനെ മിന്നിക്കത്തി പ്രകാശിക്കണമെന്ന് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി വളരെ കാം കളക്റ്റഡ്, അതങ്ങ് ചെയ്യുക. കിട്ടുന്ന പന്ത് മനോഹരമായിട്ട്, കിട്ടുന്ന അവസരം വലയിലേക്ക് അടിച്ചു കയറ്റി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നാലാവുന്നതൊക്കെ ചെയ്യുക. യെസ്, അതാണ് ജീസസ് ഹിമെനസ്. കൈവിട്ട് കളയരുത്, അതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മാനേജ്മെന്റിനോട് പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.